ഡെവിൾ ലവ് ഭാഗം 14. ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാണും. ആദ്യമായിട്ട് എഴുതാനുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാണും. അപ്പോൾ ഈ പാട്ടിലെ പകുതിയിൽ നിന്ന് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അർജുൻ റോഹൻ്റെ നാക്ക് പിടിച്ചു. എൻ്റെ പെണ്ണിനെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ നാവ് നിനക്കിനി വേണ്ട റോഹൻ. റോഹൻ്റെ ഉള്ളിൽ ഭയത്താൽ വിറച്ചു. ഒപ്പം അവൻ നാവ് പിടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ പറ്റില്ല. അവൻ ദയനീയമായി അർജുനെ നോക്കി. അടുത്ത നിമിഷം ഒരു ഭാവമാറ്റമില്ലാതെ അർജുൻ റോഹൻ്റെ നാക്ക് അറുത്തു. റോഹൻ അലറി. രക്തം വായയിൽ നിന്ന് ഒലിച്ചിറങ്ങി. റോഹൻ ആ വീറും നിലത്ത് കിടന്ന് പിടഞ്ഞു. അർജുൻ അത് നോക്കി നിന്നു. അവൻ സ്റ്റീഫനെ നോക്കി. അവൻ ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. സ്റ്റീഫൻ ഞെട്ടി. താഴെ കിടന്നു പിടക്കുന്ന റോഹനെ അർജുൻ്റെ നേരെ ഇരുത്തി. റോഹൻ അർജുനെ നേരെ കൈകൂപ്പി. പക്ഷെ അർജുനിൽ ഭാവവ്യത്യാസമില്ല. ഈ കൈക്കൊണ്ടല്ലേ നീ അവളെ ഇന്നലെ തള്ളിവിട്ടത്? ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചോ നീ? ആ സമയം അർജുനിൽ പൈശാചികഗതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദയയുടെ ഒരു കണിക പോലും ഇല്ലായിരുന്നു അവൻ്റെ കണ്ണിൽ. അവൻ കത്തി അവിടെ വെച്ച് തൊട്ടടുത്തുള്ള മരം മുറിക്കുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ 2 കൈയും വെട്ടി. റോഹൻ അലറി. ചുറ്റുമുള്ളവർ ശ്വാസം വിടാതെ അർജുനെ നോക്കി. അതോടെ റോഹൻ്റെ ബോധം മറന്നു. സ്റ്റീഫ, അർജുൻ വിളിച്ചു. ഇവനെ ഏതെങ്കിലും റോഡിൽ കൊണ്ടുപോയി ഇട്ടേക്ക്. അത്രയും പറഞ്ഞു അർജുൻ അവിടെ നിന്ന് പോയി. സ്റ്റീഫൻ അവനെയും ഗാഡ്സിനെയും മാറി മാറി നോക്കി. നിനക്ക് വലിയ ആവശ്യമുണ്ടായിരുന്നു സാറിൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് അങ്ങേരെ പെണ്ണിനെ തന്നെ നോക്കാൻ, പുച്ഛത്തോടെ സ്റ്റീഫൻ പറഞ്ഞു. പിന്നെ ഗാഡ്സിനെ നോക്കി അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇഷാനിയെ കൂട്ടാൻ അർജുനായിരുന്നു ഫ്ലാറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അർജുനെ കണ്ട് ഇഷാനി ഞെട്ടി. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ അടുത്തെത്തിയതും പുറകിലെ ഡോർ തുറന്നു കൊടുത്തു. മുന്നിൽ ഡ്രൈവറുണ്ട്. അർജുൻ പിന്നിൽ ലാപ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് മടിച്ചെങ്കിലും അവൾ അതിൽ കയറി. കാർ അവിടെ നിന്ന് പോയി. മുംബൈയിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അവൻ പ്രൊഫഷണൽ ലുക്കിലാണ്. കോട്ട് സ്യൂട്ടൊക്കെ ധരിച്ച്. ഇഷാനിയുടെ ചുരിദാറാണ് വേഷം. അതിൽ ഗോൾഡൻ എംബ്രോയ്ഡറി ഡിസൈനുള്ള ചുരിദാർ. ഹോട്ടലിലെത്തി അടച്ച് മുന്നിലും പിന്നിൽ ഫയൽ പിടിച്ച് ഇഷാനി ഉള്ളിൽ കയറി. അവിടെ ലക്ഷ്മി ഗ്രൂപ്പിൻ്റെ MD മഹാദേവനും അയാളുടെ മകളും ഉണ്ടായിരുന്നു. അർജുനെ കണ്ടത് മഹാദേവൻ എഴുന്നേറ്റ് കൈ കൊടുത്തു. അർജുൻ തിരിച്ചും കൈ നൽകി. ഇതെൻ്റെ മകൾ ശ്രീലക്ഷ്മി മഹാദേവൻ. മഹാദേവൻ പരിചയപ്പെടുത്തി. അർജുൻ അവൾക്കും കൈ കൊടുത്തു. പ്രസൻറ്റേഷൻ കേട്ട് നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം, മഹാദേവൻ പറഞ്ഞു. ഇഷാനിയായിരുന്നു പ്രസൻറ്റേഷൻ ചെയ്തത്. അവൾക്കത് നല്ലതുപോലെ ഇഷ്ടമായി. അങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പിന്നെ അർജുൻ മഹാദേവനും എന്തൊക്കെ ഡിസ്കഷൻ നടത്തി. ആ സമയം ശ്രീലക്ഷ്മിയുടെ കണ്ണ് അർജുനിലായിരുന്നു. അതുകൊണ്ട് ഇഷാനിക്ക് എന്തോ അസ്വസ്ഥത തോന്നി. അവൾ ശ്രീലക്ഷ്മിയെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. മുട്ടോളം വരുന്ന ഒരു ഷോൾഡർ സ്ട്രാപ്പ് ഫ്ലോളർ പ്രിൻറ്റ് ഫ്രോക്കാണ് വേഷം. എലിഞ്ഞിട്ടാണ് കാണാൻ. ഒരു ആനസന്തമൊക്കെ ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഓവറല്ല. മേക്കപ്പ് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി. അവൾ അർജുനെ നോക്കി. അർജുൻ അവളോട് എന്തോ പറയുന്നുണ്ട്. അവൾ പോലും അറിയാതെ അവളുടെ കവിൾ വീർത്തു. അവൾ സ്വയം അവളെ നോക്കി. ശ്രീലക്ഷ്മിക്ക് തൻ്റെ അത്ര ഭംഗിയില്ല എന്ന് അവൾ ഫോണിൽ നോക്കി ഉറപ്പുവരുത്തി. ഇതെല്ലാം രണ്ടുപേരും ശ്രദ്ധിച്ചില്ലെങ്കിലും അർജുൻ ശ്രദ്ധിച്ചു. ഇന്ന് വരെ ഇഷാനിൽ ഇങ്ങനെ കുശുമ്പ് കണ്ടിട്ടില്ല എന്ന് അവൻ ഓർത്തു. അവൻ്റെ ചെമ്പൂരെ ചെതി മറിച്ച് പിടിച്ചു. പെട്ടെന്ന് അവൾക്ക് കുടിക്കാൻ സ്റ്റാഫ് ജ്യൂസ് കൊടുത്തു. അവർ അത് വാങ്ങി കുടിച്ചു. പിന്നെ യാത്ര പറഞ്ഞ് അവർ പുറത്തേക്ക് നടന്നു. ഇഷാനി വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആ പെണ്ണ് ഇപ്പോഴും അർജുനെ നോക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം തോന്നി. അവൾ പല്ല് കടിച്ച് മുന്നോട്ട് നടന്നു. ഇഷാനി തന്നെ ഞാൻ ഫ്ലാറ്റിന് മുന്നിൽ ഇറക്കാം, ഇനി ഓഫീസിൽ വരണ്ട. അവൻ ഞെട്ടി അവനെ നോക്കി. സാർ അത് എനിക്ക് 2 വീക്ക് ദുബായ് ട്രിപ്പുണ്ട്. വേറൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ആണ്. സോ ഞാൻ ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരുള്ളൂ. അത് വിട്ട് ഇഷാനിയുടെ മുഖം വാങ്ങി. അത് അർജുൻ ശ്രദ്ധിച്ചു. തനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ടാബ്ലിൽ സെറ്റ് ചെയ്യും, അവൻ പറഞ്ഞു. അവൾ മൂളി. അവൾക്ക് സങ്കടം വരുന്നുണ്ട്. എന്തിനെന്ന് അറിയില്ല. അതിൻ്റെ ഉത്തരം ഇന്നും അവൾക്കറിയില്ല. താനെതിനാടോ ആ ശ്രീലക്ഷ്മിയെ സ്കാൻ ചെയ്ത്? അത് കേട്ട് അവൾ ചമ്മലോടെ അവനെ നോക്കി. ഒന്നുമില്ല സർ, ഞാൻ വെറുതെ, അവൾക്ക് പറഞ്ഞു. വണ്ടി അവളുടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞ് കാണാം. അത്രയും പറഞ്ഞു അവൻ പോയി.